ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓംസ് ലോയെ പറ്റിയാണ്. ഓംസ് ലോയും ഓംസ് ലോയുടെ ഇക്വേഷനും ആ ഇക്വേഷൻ വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസ് ആയ സംഭവമാണ് ഓംസ് ലോ. ഓംസ് ലോയെ പറ്റി നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. എന്നാൽ നമുക്ക് എന്താണ് ഓംസ് ലോ എന്ന് നോക്കാം. ഞാനിവിടെ ഒരു കണ്ടക്ടർ വരച്ചിട്ടുണ്ട്. കണ്ടക്ടർ എന്നാൽ വൈദ്യുതി കടത്തിവിടുന്ന സാധനങ്ങളാണ് എന്ന് പറയാം കണ്ടക്ടർ എന്ന് പറയാം. ഈ കണ്ടക്ടറിനെ ഞാനൊരു ബാറ്ററിയുമായി ബന്ധിപ്പിക്കാൻ പോവുകയാണ്. ഈ കണ്ടക്ടർ ഒരു ബാറ്ററിയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം ബാറ്ററിയിൽ നിന്ന് നമുക്ക് വോൾട്ടേജ് കിട്ടും. ആ ബാറ്ററി നമ്മൾ ഒരു കണ്ടക്ടറുമായി ബന്ധിപ്പിക്കുമ്പോൾ അതിലൂടെ കറന്റ് പാസ് ചെയ്യാൻ തുടങ്ങും. ആ കറന്റിനെ നമുക്ക് I എന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഒന്നുകൂടി പറയാം. ഒരു കണ്ടക്ടർ എടുത്തിട്ട് നമ്മൾ ബാറ്ററിയുമായി ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ അതിലൂടെ കറന്റ് പാസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ആ കറന്റിനെ നമുക്ക് I എന്നും ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജിനെ V എന്നും മാർക്ക് ചെയ്യാം. ഇനി എന്താണ് ഓംസ് ലോ പറയുന്നത് നോക്കാം. ഓംസ് ലോ പഠിക്കുന്നതിന് മുമ്പ് അതിന്റെ കണ്ടീഷൻ കൃത്യമായി പഠിച്ചേക്കേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ സ്ഥിരമായിരിക്കുമ്പോൾ, അതായത് താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറന്റ്, ടെമ്പറേച്ചർ സ്ഥിരമായിരിക്കുമ്പോൾ ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് അത് വോൾട്ടേജിന് നേരനുപാതത്തിലായിരിക്കും. അതായത് at constant temperature the current passing through a conductor is directly proportional to the applied voltage. എന്ന് പറഞ്ഞാൽ താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന കറന്റിന്റെ അളവ് നൽകിയിരിക്കുന്ന വോൾട്ടേജിന് നേരനുപാതത്തിലായിരിക്കും. അതായത് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് കൂടുതലായിരിക്കുമ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറന്റിന്റെ അളവ് കൂടുതലായിരിക്കും. ഇനി നമ്മൾ ഈ കണ്ടക്ടറിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജിന്റെ അളവ് കുറവാണെങ്കിൽ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറന്റിന്റെ അളവ് കുറവായിരിക്കും. അതായത് വോൾട്ടേജും കറന്റും നേർ അനുപാതത്തിലായിരിക്കും എന്നാണ് ഓംസ് ലോ പറയുന്നത്. ഡെഫിനിഷൻ ഒന്നുകൂടി പഠിച്ചേക്കാം. At constant temperature the current passing through a conductor is directly proportional to the applied voltage. എന്ന് പറഞ്ഞാൽ താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന വൈദ്യുതി അല്ലെങ്കിൽ കറന്റിന്റെ അളവ് നൽകിയിരിക്കുന്ന വോൾട്ടേജിന് നേരനുപാതത്തിൽ ആയിരിക്കും. അത് നമുക്കൊരു ഇക്വേഷൻ പ്രകാരം I നേരനുപാതത്തിലായിരിക്കും. എന്തിന്? വോൾട്ടേജിന്. I is directly proportional to the applied voltage. I directly proportional to the applied voltage. നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു കോൺസ്റ്റന്റിനെ ഇൻട്രോഡ്യൂസ് ചെയ്യാണ്. കോൺസ്റ്റന്റ് കൂടി വരുമ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറുന്നതെന്ന് നോക്കാം. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കോൺസ്റ്റന്റിനെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അന്നേരം I സമം a constant into V. ഇനി ആ കോൺസ്റ്റന്റിനെ ഞാൻ 1/r ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അന്നേരം ഈ ഇക്വേഷൻ എങ്ങനെ റീറൈറ്റ് ചെയ്യുന്നത് നോക്കാം. അതായത് I സമം 1/r into V. ഒന്നുകൂടി പറയാം. നമ്മൾ പറഞ്ഞു ഓംസ് ലോ പ്രകാരം I is directly proportional to V. നൽകിയിരിക്കുന്ന വോൾട്ടേജിന് കറന്റ് നേരാനുപാതത്തിൽ ആയിരിക്കും. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ, ഈ ആനുപാതിക ചിഹ്നം മാറ്റാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു കോൺസ്റ്റന്റിനെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ കോൺസ്റ്റന്റ് ആണ് 1/r. 1/r കൂടി ആ ഇക്വേഷനിലേക്ക് വരുമ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കാം. I സമം 1/r into V. ഇങ്ങനെയാണ് ഓംസ് ലോന്റെ ഇക്വേഷൻ വരുന്നത്. ഈ ഇക്വേഷനെ നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ ഒന്ന് റീറൈറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം.
I സമം V by R. ഓംസ് ലോന്റെ ഇക്വേഷൻ ആണ് I സമം V by R. ഇത് നിർബന്ധമായും പഠിച്ചെടുക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഓംസ് ലോയുടെ ഡെഫിനിഷൻ ആണ്. അതൊന്നും പറഞ്ഞുതരാം. ഓംസ് ലോയുടെ ഡെഫിനിഷൻ പറയുന്നതിന് മുമ്പ് ആദ്യം കണ്ടീഷൻ പറയാം. അതായത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറന്റിന്റെ അളവ് നൽകിയിരിക്കുന്ന വോൾട്ടേജിന് നേർ അനുപാതത്തിൽ ആയിരിക്കും. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the current passing through a conductor is directly proportional to the applied voltage. അതായത് I is directly proportional to the applied voltage. ഇനി ഓംസ് ലോയുടെ ഫൈനൽ ഇക്വേഷൻ ആയ I സമം V by R നിർബന്ധമായി പഠിച്ചെടുക്കുന്നതാണ്. ഇതിൽ I എന്ന് പറഞ്ഞാൽ കറന്റ്, V എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കണ്ടക്ടറിലേക്ക് നൽകിയിരിക്കുന്ന വോൾട്ടേജിനെയാണ് V എന്ന് പറയാ, അപ്ലൈഡ് വോൾട്ടേജ്. R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്. ഇനി റെസിസ്റ്റൻസിനെ പറ്റി ചെറിയൊരു വിശദീകരണം തരാം. റെസിസ്റ്റൻസ് എന്നാൽ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതി വെക്കാം. റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഒരു കണ്ടക്ടറിൽ അനുഭവപ്പെടുന്ന തടസ്സം. എന്ത് തടസ്സം? വൈദ്യുതിയുടെ ഒഴുക്കിനെതിരെ ഒരു കണ്ടക്ടറിൽ അനുഭവപ്പെടുന്ന തടസ്സത്തിനെയാണ് എന്ത് പറയാ, റെസിസ്റ്റൻസ് എന്ന് പറയാ. അതായത് ദ ഒപ്പോസിഷൻ, ഒരു തടസ്സം, ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ എ കണ്ടക്ടർ എന്തിനു വേണ്ടിയിട്ട്? ടു ദ ഫ്ലോ ഓഫ് എ കറന്റ്, കറന്റിനെതിരെ ഒരു കണ്ടക്ടർ ഓഫർ ചെയ്യുന്ന തടസ്സത്തെയാണ് എന്ത് പറയാ, റെസിസ്റ്റൻസ് എന്ന് പറയാം. ഇനി റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. ഓം എന്ന ശാസ്ത്രജ്ഞന്റെ ആദർശസൂചകമായിട്ടാണ് നമ്മൾ റെസിസ്റ്റൻസിനെ ഓം എന്ന യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ഓം എന്ന യൂണിറ്റ് നമ്മൾ എങ്ങനെയാണ് അതിന്റെ സിംബൽ, അതിന്റെ പ്രതീകം എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെയാണ് ഓമിന്റെ പ്രതീകം എഴുതി വെക്കേണ്ടത്. അതുകൊണ്ട് മനസ്സിലാക്കി വെക്കാം. അപ്പൊ നമ്മൾ ഓംസ് ലോ പഠിച്ചു, ഓംസ് ലോന്റെ ഇക്വേഷൻ പഠിച്ചു. ഓംസ് ലോന്റെ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതാം. I സമം V by R എന്ന ഓംസ് ലോന്റെ ഇക്വേഷൻ പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. ഇതിന് നമ്മളൊരു ട്രയാങ്കിൾ രീതിയിൽ പഠിച്ചു വെക്കാൻ പോവാണ്. നോക്കാം. ഓംസ് ലോന്റെ ഇക്വേഷൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഒരു ട്രയാങ്കിൾ രീതിയിൽ നമുക്ക് ഈ I V R നെ എങ്ങനെ എഴുതാം? V I R എന്ന രീതിയിൽ എഴുതാം. ഇനി നമുക്ക് ഇതിന്റെ വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ V എന്ന സൈഡ് മറിച്ച് വെക്കുക. V കണ്ടുപിടിക്കാൻ വേണ്ടി I into R കിട്ടും, V കിട്ടും. ഇനി നമുക്ക് I ആണ് കാണുന്നത്. I ആണ് കാണുന്നതെങ്കിൽ I മറിച്ച് വെക്കുക. അപ്പൊ എന്ത് കിട്ടി? V by R കിട്ടി. ഇനി നമുക്ക് R കാണാം, റെസിസ്റ്റൻസ് കാണണമെങ്കിൽ R മറിച്ച് വെക്കുക. അപ്പൊ എന്ത് കിട്ടി? V by I ആണെന്ത്? R. ഓംസ് ലോന്റെ ഇക്വേഷൻ ആയ I സമം V by R ഓർത്തെടുക്കാൻ ഏറ്റവും സിമ്പിൾ ആയ ഒരു ടെക്നിക്കാണ് ഞാൻ ഇവിടെ ഒരു ട്രയാങ്കിൾ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ട്രയാങ്കിൾ കൃത്യമായിട്ട് പഠിച്ചെടുക്കുക. ഇനി നമുക്ക് ഈ വിയും ഐയും ആറും വരുന്ന കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 20 ഓം റെസിസ്റ്റൻസ് 240 വോൾട്ടിൽ കണക്ട് ചെയ്താൽ കറന്റ് എത്രയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ തന്നത്, ദ ഗിവൺ ഡാറ്റാസ് എന്തൊക്കെയാണ് നമുക്ക് ആദ്യം എഴുതി വെക്കാം. R തന്നിട്ടുണ്ട് 20 ഓം, അതേപോലെ തന്നെ V 240 വോൾട്ട് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് കറന്റ് I ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച ട്രയാങ്കിൾ ആണ് നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത്. ആ ട്രയാങ്കിൾ എങ്ങനെ നോക്കാം. VIR റിലേഷൻ സൂചിപ്പിക്കുന്ന ട്രയാങ്കിൾ ആണ് ആദ്യം മൈൻഡിലേക്ക് വരേണ്ടത്. അന്നേരം ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് R തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ V തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് കറന്റ് I ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്.
നമ്മൾ പറഞ്ഞതാണ് ഏത് ഭാഗമാണോ കണ്ടുപിടിക്കേണ്ടത് ആ ഭാഗം ജസ്റ്റ് മറച്ചു വെക്കാം. അതായത് നമുക്ക് V by R എന്ന് കിട്ടും. I സമം V by R ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ കറന്റ് അത് നമുക്ക് കിട്ടും. ഈ ഇക്വേഷൻ നമുക്കറിയാം V എത്രയാണെന്ന് അറിയാം, R എത്രയാണെന്ന് അറിയാം. ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 240/20 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? I കറന്റ് കിട്ടി. 240/20 12 വരിക. കറന്റിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. ആംപിയർ നമ്മൾ A എന്നാണ് ഡിനോട്ട് ചെയ്യുക. അന്നേരം ഫൈനൽ ആൻസറിൽ 12 ആംപിയറിന് മുഴുവനായിട്ട് എഴുതി വെച്ചാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എത്രയാണോ സ്കോർ തന്നിരിക്കുന്നത് അത് മുഴുവനായിട്ട് നേടാൻ സാധിക്കുള്ളൂ. വേറൊരു പ്രോബ്ലം എങ്ങനെയാ വന്നിരിക്കുന്നത് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 20 ഓം റെസിസ്റ്റൻസിൽ 12 ആംപിയർ കറന്റ് ഉണ്ടാകാൻ എത്ര വോൾട്ടേജ് നൽകണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 20 ഓം റെസിസ്റ്റൻസിൽ 12 ആംപിയർ കറന്റ് ഉണ്ടാകാൻ എത്ര വോൾട്ടേജ് നൽകണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ ഗിവൺ ഡാറ്റാസ് ഒന്ന് എഴുതി വെക്കാം. R തന്നിട്ടുണ്ട് 20 ഓം. അതേപോലെ തന്നെ കറന്റ് I സമം 12 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ആ ട്രയാങ്കിൾ ഒന്ന് വരച്ചെടുക്കാം. V I R. ഇതിൽ നമുക്ക് R ഉം I ആണ് തന്നത്. R ഉം I ഉം ആണ് തന്നിരിക്കുന്നത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? വോൾട്ടേജ് V ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കണ്ടുപിടിക്കേണ്ട ഭാഗം നമ്മളൊന്ന് മറച്ചു വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടി? V സമം I into R എന്ന് കിട്ടിയില്ലേ? നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വോൾട്ടേജ് എത്രയാണെന്നാണ്. അപ്പൊ വോൾട്ടേജ് നമ്മൾ V മറച്ചു വെച്ചു. അതായത് നമുക്ക് V സമം I into R കിട്ടി. ഇനി നമുക്ക് I യും R ഉം അറിയാം. I യും R ഉം നേരെ ഈ ഇക്വേഷനിലേക്ക് കൊടുക്കാണ്. I 12 ഗുണിക്കണം 20, 12 ഗുണിക്കണം 20 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടി? 240 വോൾട്ട്. അതാണ് ഇവിടുത്തെ ഫൈനൽ ആൻസർ. ഇനി മൂന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ പ്രോബ്ലത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കാം. 240 വോൾട്ട് കണക്ട് ചെയ്യുമ്പോൾ 12 ആംപിയർ കറന്റ് പ്രവഹിക്കുന്ന കോയിലിന്റെ റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് എന്തൊക്കെയാ ഡാറ്റാസ് തന്നത് ഗിവൺ ഡാറ്റാസ് എഴുതി വെക്കാം. വോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വോൾട്ടേജ് 240. അതേപോലെ തന്നെ 12 ആംപിയർ കറന്റ് തന്നിട്ടുണ്ട്. I 12 ആംപിയർ. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് റെസിസ്റ്റൻസ് ആണ്. ഇനി നമ്മൾ ആ ട്രയാങ്കിൾ ഒന്ന് വരച്ചേക്കാം. V I R റിലേഷൻസ് വെച്ചിരിക്കുന്ന ട്രയാങ്കിൾ വരച്ചേക്കാം. അതിൽ നമുക്ക് V യും I യും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. R ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അതായത് നമുക്ക് ഏത് ഭാഗമാണ് കണ്ടുപിടിക്കേണ്ടത് ആ സൈഡിൽ നിന്ന് പൂർത്തിവെച്ച് കഴിഞ്ഞാൽ R സമം V by I എന്ന് കിട്ടും. R സമം V by I എന്ന് കിട്ടിക്കഴിഞ്ഞാൽ V യും I യും നമ്മുടെ കയ്യിൽ V 240 I 12. 240 ഹരിക്കണം 12 ചെയ്ത് കഴിഞ്ഞാൽ 20 കിട്ടും. 20 എന്താണ് കണ്ടുപിടിക്കാറുള്ളത്? റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് നമ്മളെ പറഞ്ഞു ഓം എന്നാണ്. അപ്പൊ ഫൈനൽ ആൻസറിൽ നമുക്ക് റെസിസ്റ്റൻസ് 20 ഓം എന്ന് എഴുതി വെക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോബ്ലംസ് ഒക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഫൈനൽ ആൻസറിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത് അതിന്റെ യൂണിറ്റ് കറക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാലോ ആ ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്ന മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ പഠിച്ചത് ഓംസ് ലോയും ഓംസ് ലോന്റെ ഇക്വേഷൻ I സമം 3/R. ആ ഇക്വേഷൻ നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ ടെക്നിക്, അതായത് ഒരു ട്രയാങ്കിൾ ഒക്കെ വരച്ച് നമ്മൾ പഠിച്ചു. V I R റിലേഷൻ സൂചിപ്പിക്കുന്ന ട്രയാങ്കിൾ ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വേറെ വീഡിയോ